ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യുക്രൈന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ രാഷ്ട്രത്തിന് പ്രാർത്ഥനയും പിന്തുണയും അറിയിച്ച് ലിയോ 14 പാപ്പയുടെ കത്ത്. പ്രസിഡന്റ് വോളാഡിമർ സെലൻസ്കിക്ക് അയച്ച കത്തിൽ പിതൃവാത്സല്യവും പ്രകടമാക്കിയാണ് പാപ്പ കത്തെഴുതിയത്. തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി സെലൻസ്കി തന്നെയാണ് കത്ത് പങ്കുവച്ചത്. കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാനും പരിക്കേറ്റവരെ ശക്തിപ്പെടുത്താനും മരിച്ചവർക്ക് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയും പാപ്പ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തു. 2025 US ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ടെന്നീസ് ഇതിഹാസ താരം കാർലോസ് അൽക്കാരസ് വൈദികനിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. പ്രൊഫഷണൽ ടെന്നീസിൽ ലോക 2ാം നമ്പർ താരമായ കാർലോസ് വൈദികനിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുന്ന വീഡിയോ ന്യൂയോർക്ക് നഗരത്തിലെ സെന്റ് പാട്രിക് കത്തീഡ്രൽ ദേവാലയമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഫ്രാൻസിസ് പാപ്പ 2015 പ്രസിദ്ധീകരിച്ച ചാക്രിക ലേഖനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ബോർഗോ ലൗദാത്തോ സി എന്ന സ്ഥലം ലിയോ 14 പാപ്പ സെപ്റ്റംബർ 5 ഉദ്ഘാടനം ചെയ്യും. കാസൽ ഗാൻഡോൾഫോയിലെ സൃഷ്ടിയുടെ പരിപാലനത്തിനായി സമർപ്പിച്ചിരിക്കുന്നതും പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നതുമായ സ്ഥലമാണിത്. നൂറ്റാണ്ടുകളായി പാപ്പമാരുടെ വേനൽക്കാല വസതിയാണ് ഈ സ്ഥലം. റോമൻ കൂരിയയുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളും പദ്ധതി ആരംഭിക്കുന്നതിൽ സഹകരിച്ചവരും പരിപാടിയിൽ പങ്കെടുക്കും. മധ്യ അമേരിക്കൻ രാജ്യമായ ഗ്വാട്ടിമാലയിൽ എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ ആദ്യ ശനിയാഴ്ച ദേശീയ ബൈബിൾ ദിനമായി ആചരിക്കുവാൻ തീരുമാനം. ഇത് സംബന്ധിച്ച ബിൽ ഗ്വാട്ടിമാല പാർലമെന്റ് പാസാക്കി. ഓഗസ്റ്റ് 12 ബിൽ പാസാക്കിയത്. 160 പ്രതിനിധികളിൽ 110 പേർ അനുകൂലമായി വോട്ട് ചെയ്തതോടെ നിയമം അംഗീകരിക്കപ്പെട്ടതായി കോൺഗ്രസ് പ്രസ് ഓഫീസ് അറിയിച്ചു. ഗ്വാട്ടിമാലയുടെ ചരിത്രപരവും ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ ആദ്യ ശനിയാഴ്ച ദേശീയ ബൈബിൾ ദിനമായി പ്രഖ്യാപിക്കുന്നതാണ് ബിൽ. ക്രൈസ്തവ വിശ്വാസത്തിൽ കൂടുതൽ ഐക്യത്തോടെ വളരാനും ശുശ്രൂഷ ചെയ്യാനും എല്ലാ ക്രൈസ്തവരോടും ആഹ്വാനം ചെയ്ത ലിയോ 14 പാപ്പ സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ഓഗസ്റ്റ് 18 മുതൽ 24 വരെ നടന്നുവരുന്ന എക്യുമെനിക്കൽ വാരാഘോഷത്തിനയച്ച സന്ദേശത്തിലാണ് പാപ്പ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാകേണ്ട ഐക്യത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞത്. യേശു ക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാണെന്നും പിതാവുമായി ഏകസത്ത പങ്കിടുന്നവനുമാണെന്നും പ്രഖ്യാപിച്ച ഒന്നാം നിക്ക എക്യുമെനിക്കൽ സുനഹദോസിനെ വ്യത്യസ്തതകൾക്കിടയിലും ഐക്യത്തിന്റെ ശക്തമായ അടയാളമായി മാറാൻ സാധിച്ചിരുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.